ഹലോ എവറി വൺ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SGOU ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റിയുടെ BA ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ എന്നുള്ള കോഴ്സിൻ്റെ ഇംഗ്ലീഷ് ഫോർ ബിസിനസ് ആൻഡ് പ്രൊഫഷണൽ കമ്മ്യൂണിക്കേഷൻ എന്നുള്ള സബ്ജക്റ്റിലെ ബ്ലോക്ക് 2 ആയിട്ടുള്ള ടെക്നിക്കൽ റൈറ്റിംഗ് ആൻഡ് ജോബ്സ് ആൻഡ് കരിയേഴ്സ് എന്നുള്ള ബ്ലോക്കിലെ യൂണിറ്റ് 6 ആയിട്ടുള്ള പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ള യൂണിറ്റ് ആണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. ഈ ചാപ്റ്ററിൽ നമുക്ക് പബ്ലിക് സ്പീക്കിങ്ങിനെ കുറിച്ചാണ് പഠിക്കാനുള്ളത്. പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ എൻ്റർടൈൻ ചെയ്യാനോ എന്തെങ്കിലും കാര്യം ഇൻഫോം ചെയ്യാനോ അവരെ ഇൻഫ്ലുവൻസ് ചെയ്യാനോ ഒക്കെ വേണ്ടിയിട്ട് ഡെലിബറേറ്റ്ലി നമ്മൾ മനഃപൂർവ്വം സ്ട്രക്ചേർഡ് ആയിട്ട് തീരുമാനിച്ച് വെച്ചിട്ടുള്ള രീതിയിൽ നമ്മൾ പബ്ലിക്കിനോട് സംസാരിക്കുന്നതിനെയാണ്, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസിൻ്റെ അടുത്ത് സംസാരിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക, പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയാം. സോ ഈ ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ എന്ന് പറയുന്നത് മോസ്റ്റ് പ്രോബബ്ലി വൈഡ് ഓഡിയൻസ് ആയിരിക്കും, വളരെയധികം ആൾക്കാരുള്ള ഓഡിയൻസ് ആയിരിക്കും. സോ അതുകൊണ്ടാണ് ഇതിനെ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. സോ പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത് സ്റ്റുഡൻസ് അക്വയർ ചെയ്യേണ്ട ഒരു സ്കില്ലായിട്ട് വരുന്നതാണ്. ബിക്കോസ് ഒരു പേഴ്സൺ എന്തെങ്കിലും കാര്യം ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ കുറേ അധികം പീപ്പിൾസിൻ്റെ അടുത്ത് അറ്റ് ടൈം ഇൻഫർമേഷൻ ഷെയർ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഒരാളെ പേഴ്സ്വേഡ് ചെയ്യാനുണ്ട്. ഈ വോട്ടൊക്കെ ചോദിക്കുന്നുണ്ടല്ലേ രാഷ്ട്രീയത്തിലുള്ള ആൾക്കാരൊക്കെ. സോ അതൊക്കെ ചെയ്യുന്നത് പബ്ലിക് സ്പീക്കിംഗ് ആണ്. സോ ആ രീതിയിൽ പ്രസംഗിക്കുക, വലിയ ഓഡിയൻസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് നമ്മൾ പ്രസംഗിക്കുക. സ്ട്രക്ചേർഡായിട്ട് നമ്മൾ ആദ്യം തീരുമാനിച്ച് വെച്ചിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ നോക്കി വെച്ചിട്ടുള്ള കാര്യങ്ങൾ ബാക്കിയുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ നമ്മൾ പെർഫോം ചെയ്യുന്നതിനെ, അല്ലെങ്കിൽ ആ ഒരു കാര്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിനെയാണ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുക. ദെൻ നെക്സ്റ്റ് ആണ് ഇമ്പോർട്ടൻസ് ഓഫ് പബ്ലിക് സ്പീക്കിംഗ് എന്ന് പറയുന്നത്. ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് പബ്ലിക് സ്പീക്കിംഗ് നമ്മളുടെ മൈൻഡിലുള്ള ഐഡിയാസും തോട്ട്സും ഇൻഫർമേഷനും ഒക്കെ നല്ല രീതിയിൽ തന്നെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സ്റ്റുഡൻസിന് ഇത് യൂസ് ചെയ്യാം. എംപ്ലോയി ഓറിയൻറ്റേഷൻ, സെമിനാർസ്, ആ രീതിയിലുള്ള കാര്യങ്ങൾ, അതായത് കമ്മ്യൂണിറ്റി മീറ്റിംഗ്സ്, അതുപോലെ തന്നെ എഡ്യൂക്കേഷണൽ ലെക്ചേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് പബ്ലിക് സ്പീക്കിംഗ് യൂസ്ഫുൾ ആവാറുണ്ട്. ദെൻ അടുത്ത ഇമ്പോർട്ടൻസ് എന്ന് പറയുന്നത് മറ്റൊരാളെ പേഴ്സ്വേഡ് ചെയ്യാനായിട്ട് നമുക്ക് പബ്ലിക് സ്പീക്കിംഗ് യൂസ് ചെയ്യാം. അതായത് ബെസ്റ്റ് എക്സാമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരൊക്കെ സംസാരിക്കുന്നതാണ്. മറ്റുള്ളവരെ എനിക്ക് വോട്ട് ചെയ്യണം എന്നുള്ളത് പറഞ്ഞ് ഫലിപ്പിക്കാൻ അവർ കാണിക്കുന്ന കഴിവ് എന്ന് പറയുന്നത് പെർസ്വേഷനാണ്. ഒരാളെ ഒരു കാര്യം ചെയ്യാൻ പ്രേരിപ്പിക്കുക എന്നുള്ളത് അത്ര നിസ്സാരമായിട്ടുള്ള കാര്യമില്ല. നമുക്കങ്ങനെ ചുമ്മാ പറഞ്ഞു കഴിഞ്ഞാലൊന്നും അവർ കേൾക്കണം എന്നില്ല. സോ ആ രീതിയിൽ ആ ഒരു കാര്യത്തിനെ പ്രസൻറ്റ് ചെയ്യാൻ അവർക്കുള്ള കഴിവ് എന്ന് പറയുന്നത് ഒരു കാര്യം തന്നെയാണ്. സോ ലോജിക്കലായിട്ട് എവിഡൻസ് ബേസ്ഡ് ആയിട്ടുള്ള ആർഗ്യുമെൻറ്റ്സ് ഒക്കെ പറഞ്ഞ് നല്ല രീതിയിൽ നമ്മളുടെ പോയിന്റിനെ വാലിഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞ് ഏത് രീതിയിലാണോ അവർ മനസ്സിലാക്കേണ്ടത് അതേ രീതിയിൽ തന്നെ ഒരു കാര്യത്തെ പ്രസൻറ്റ് ചെയ്ത്, നമുക്കൊരു കാര്യം എന്ന് പറഞ്ഞാൽ പല രീതിയിൽ അതിനെ പറയാം. സോ ആ ഏത് രീതിയിൽ പറഞ്ഞാലാണോ മറ്റുള്ളവർ മോട്ടിവേറ്റ് ആവുക, അല്ലെങ്കിൽ അവരെ നമുക്ക് പെർസ്വേഡ് ചെയ്യാൻ പറ്റുക, ആ രീതിയിൽ ആ കാര്യത്തിനെ അവതരിപ്പിക്കുക എന്ന് പറയുന്നത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ദെൻ പബ്ലിക് സ്പീക്കിങ്ങിലൂടെ മറ്റുള്ളവരെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. മോട്ടിവേറ്റേഴ്സിൻ്റെ ടോക്കുകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സോ അങ്ങനെ ഒരാളെ മോട്ടിവേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ അവരുടെ കോൺഫിഡൻസ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ സാധിക്കും. അവരെ കൊണ്ട് എന്തെങ്കിലും പുതിയ കാര്യങ്ങൾ അറ്റംപ്റ്റ് ചെയ്യാൻ സാധിക്കും. അവരെ ഇൻസ്പയർ ചെയ്യാൻ സാധിക്കണം. സോ ആ രീതിയിലൊക്കെ പബ്ലിക് സ്പീക്കിംഗ് ഹെൽപ്പ് ചെയ്യാറുണ്ട്. ദെൻ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസ് നമ്മൾ എന്തിനാണ് ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ, നമുക്ക് നമ്മളുടെ ഐഡിയാസും നമ്മളുടെ തോട്ട്സും ഒക്കെ കോൺഫിഡൻ്റ് ആയിട്ട് ഷെയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ കയ്യിൽ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ഒരു സ്കിൽസ് ഉണ്ടായിരിക്കണം. അതായത് നമുക്ക് പൊതുവേ എന്താണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും നമ്മളെ കളിയാക്കുമോ, അവർ നമ്മളെ കേൾക്കുമോ എന്നറിയില്ലല്ലോ, അവരെന്തെങ്കിലും വിചാരിച്ചാലോ, അങ്ങനെയുള്ള തോട്ട്സൊക്കെ വരുമ്പോഴാണ് നമ്മൾ ഈ പബ്ലിക് സ്പീക്കിങ്ങിൽ നിന്നും മാറി നിൽക്കാനുള്ള സാധ്യത കൂടുതലായിട്ടുള്ളത്. അതൊക്കെ മാറ്റിവെച്ച് പ്രോപ്പറായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടാണ് നമ്മുടെ ലോജിക്കൽ ആർഗ്യുമെൻറ്റ്സ് വെച്ചിട്ടാണ് നമ്മൾ ഈ കാര്യങ്ങളെല്ലാം പ്രസൻറ്റ് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ ഓഫ്കോഴ്സ് അവർ നമ്മളെ കേൾക്കുന്നതായിരിക്കും. സോ കോൺഫിഡൻ്റ് ആയിട്ട്, അതോറിറ്റേറ്റീവായിട്ട്, ലോജിക്കലായിട്ട് നമ്മൾ നമ്മളുടെ കാര്യം പ്രസൻറ്റ് ചെയ്യാനായിട്ട് ഉള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ഒരു സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കണം. കുറേയധികം പ്രൊഫഷൻസിൽ പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ആവശ്യമില്ല എന്നുണ്ടെങ്കിലും കുറേയധികം കാര്യങ്ങളിൽ പബ്ലിക് സ്പീക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതായത് നമുക്ക് മറ്റുള്ളവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് നെസസറി ആയിട്ട് വരുന്ന കുറേയധികം ഫീൽഡിൽ കമ്മ്യൂണിക്കേഷൻ അല്ലെങ്കിൽ പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ള രീതിയിലുള്ള കമ്മ്യൂണിക്കേഷൻ എന്ന് പറയുന്നത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം തന്നെയാണ്. സോ പബ്ലിക് സ്പീക്കിംഗ് സ്കിൽസിൽ നമ്മൾ കുറച്ചുകൂടെ നല്ല രീതിയിൽ അത് ഇമ്പ്രൂവ് ചെയ്തെടുക്കുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നമ്മളുടെ ഐഡിയാസ് തോട്ട്സ് ഇൻഫർമേഷൻ എന്താണെന്നുണ്ടെങ്കിലും അത് ക്ലിയർ ആയിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, പ്രോപ്പർ ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ സ്കിൽസ്, പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് ആണ് സ്പീച്ച് പ്രോസസ്സ് എന്ന് പറയുന്നത്.
സ്പീച്ച് പ്രോസസ്സിൽ വരുന്നത് എങ്ങനെയൊക്കെയാണ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യമാണ്, എങ്ങനെയാണ് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുക എന്നുള്ള കാര്യമാണ്. അതിൽ ആദ്യത്തെ പോയിന്റാണ് അനലൈസ് യുവർ ഓഡിയൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ ഫ്രണ്ടിലിരിക്കുന്ന ഓഡിയൻസ് ആരാണ് എന്ന് അറിഞ്ഞിട്ട് വേണം നമ്മൾ ഈ പബ്ലിക് സ്പീക്കിങ്ങിന് ഇറങ്ങാനായിട്ട്. ഓരോ ഓഡിയൻസിൻ്റെ അടുത്തും നമ്മൾ പറയേണ്ട കാര്യങ്ങൾ ഓരോ രീതിയിലായിരിക്കും. നമ്മൾ മുന്നേ ഉള്ള ചാപ്റ്റേഴ്സിലൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കാര്യം തന്നെയാണ് യൂഷ്വൽ കമ്മ്യൂണിക്കേഷൻ പോലെ തന്നെ അപ്പോഴും നമ്മൾ ഓഡിയൻസിനെ അനലൈസ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് എത്ര ആൾക്കാരാണ് ഫ്രണ്ടിലിരിക്കുന്നത്, ഏത് ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരാണ് ഫ്രണ്ടിലിരിക്കുന്നത്, നമ്മൾ എങ്ങനെ പറഞ്ഞാലാണ് അവർ മോട്ടിവേറ്റഡ് ആവുക, അല്ലെങ്കിൽ ഏത് രീതിയിൽ നമ്മൾ പറഞ്ഞാലാണ് അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുക, എങ്ങനെയാണ് നമുക്ക് അവരെ എൻഗേജ് ചെയ്യിപ്പിക്കാൻ പറ്റുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഈ ഒരു പബ്ലിക് സ്പീക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. രണ്ടാമത്തെ കാര്യമാണ് റിസർച്ച് യുവർ ടോപ്പിക് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയുന്ന കാര്യത്തെക്കുറിച്ച് നമുക്ക് പ്രോപ്പറായിട്ടുള്ള ധാരണ ഉണ്ടായിരിക്കണം. ഒരു ധാരണ ഇല്ലാതെ അല്ലെങ്കിൽ പകുതി ധാരണയൊക്കെ വെച്ചിട്ട് നമ്മൾ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല, ഒരു സ്ഥലത്ത് പോയിട്ട് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാനായിട്ട് പാടില്ല. സോ നമ്മളുടെ ടോപ്പിക്കിനെ കുറിച്ച് നമ്മൾ പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്ത് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കണം. എന്നാൽ മാത്രമാണ് നമുക്ക് പ്രോപ്പറായിട്ട് പറയാൻ പറ്റുള്ളൂ. അതുപോലെ തന്നെ അവിടെ നിന്ന് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് വരികയാണ്, എന്തെങ്കിലും ക്വറീസ് വരികയാണ്, എന്തെങ്കിലും ഡൗട്ട്സ് വരികയാണെന്നുണ്ടെങ്കിൽ അത് നമുക്ക് പ്രോപ്പറായിട്ട് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. അവരെന്തെങ്കിലും ചോദിക്കുന്ന സമയത്ത് എനിക്കറിയില്ല എന്ന് പറഞ്ഞിട്ട് വരുന്നത് പബ്ലിക് സ്പീക്കിങ്ങിൻ്റെ ഇടയിൽ നമുക്കൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ഉണ്ടാക്കുക. അതുകൊണ്ട് തന്നെ എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കണം, പ്രോപ്പറായിട്ട് നമ്മൾ റിസർച്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ആണ് ഓർഗനൈസ് യുവർ ഡാറ്റ എന്ന് പറയുന്നത്. നമ്മൾ റിസർച്ച് ചെയ്തിട്ട് നമുക്ക് ഒരുപാട് ഡാറ്റാസ് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് പ്രോപ്പർലി നമ്മൾ ഓർഗനൈസ് ചെയ്തിട്ട് വേണം പബ്ലിക് സ്പീക്കിങ്ങിന് പോകാനായിട്ട്. ഒരു കാര്യം പറഞ്ഞു, അതുമായിട്ട് ഒരു ബന്ധമില്ലാണ്ട് അടുത്ത കാര്യം പറഞ്ഞു, ഇതിൻ്റെ ബാക്കി അതിനുശേഷം പറഞ്ഞു, അങ്ങനെയൊന്നും ആവരുത്. നമ്മൾ പറയുന്ന കാര്യങ്ങൾക്ക് ഒരു ലോജിക്കൽ സീക്വൻസ് ഉണ്ടായിരിക്കണം, അല്ലെങ്കിൽ ഒരു കണക്ടിവിറ്റി ഉണ്ടായിരിക്കണം. ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ വേണം പറയാൻ, അല്ലെങ്കിൽ എന്തൊക്കെയോ പറയുന്നു എന്നുള്ള രീതിക്കായിപ്പോവും. സോ അങ്ങനെ ആവാൻ പാടില്ല. അതുകൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് നമ്മളുടെ ഡാറ്റേനെ എല്ലാം ഓർഗനൈസ് ചെയ്തിട്ട് വേണം ചെയ്യാനായിട്ട്. നെക്സ്റ്റ് ആണ് ക്രാഫ്റ്റ് ആൻഡ് ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ സ്റ്റാർട്ടിങ് നല്ല രീതിയിൽ നമ്മൾ കൊടുത്താലേ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം അവർ ശ്രദ്ധിക്കുള്ളൂ എന്നുള്ളത് കൊണ്ട് തന്നെ പ്രോപ്പറായിട്ട് ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിപ്പിക്കുന്ന തരത്തിൽ, അല്ലെങ്കിൽ അവരുടെ ക്യൂരിയോസിറ്റി ഇൻക്രീസ് ചെയ്യുന്ന തരത്തിൽ, അല്ലെങ്കിൽ നല്ലൊരു രീതിയിൽ വേണം എന്ത് ചെയ്യാനായിട്ട് ഓരോ പബ്ലിക് സ്പീക്കിംഗ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. സോ ഒരു കഥയോ അല്ലെങ്കിൽ ഒരു ഫാക്റ്റോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കാര്യം പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഒരു എക്സ്പീരിയൻസോ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്തിട്ടാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് എന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടെ ഓഡിയൻസിന് ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. നെക്സ്റ്റ് ആണ് ഡെവലപ്പ് ദ ബോഡി എന്ന് പറയുന്നത്. ഇൻട്രൊഡക്ഷൻ മാത്രമല്ല, അതിൻ്റെ ബോഡി പാർട്ടും, അതായത് നമ്മൾ പറയുന്നുള്ള മെയിൻ ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ പ്രോപ്പറായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരിക്കണം. എല്ലാത്തിനും ലോജിക്കൽ സീക്വൻസ് ഉണ്ടായിരിക്കണം. എവിടെയൊക്കെയാണ് നമ്മൾ നിർത്തേണ്ടത്, എവിടെയൊക്കെയാണ് കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പറയേണ്ടത്, എന്തൊക്കെ കാര്യങ്ങൾ ഏത് ഓർഡറിലാണ് പറയേണ്ടത് എന്നുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് ആ ഒരു ബോഡി നമ്മൾ ബിൽഡ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരിക്കണം. ആ ബോഡി എന്ന് ഉദ്ദേശിക്കുന്നത് ഈ ബോഡിയല്ല, കണ്ടന്റ് എന്നാണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. നെക്സ്റ്റ് ആണ് കൺസ്ട്രക്ട് ദ കൺക്ലൂഷൻ എന്ന് പറയുന്നത്. നമ്മളുടെ പറയാനുള്ള കണ്ടന്റുകളെല്ലാം നമ്മൾ പറഞ്ഞിട്ട് അങ്ങനെ നിർത്തിയിട്ട് അബ്രപ്റ്റ്ലി നിർത്തിയിട്ട് വരരുത്. നമ്മൾ പ്രോപ്പറായിട്ടൊരു കൺക്ലൂഷൻ നമ്മളതിന് കൊടുത്തിട്ടുണ്ടായിരിക്കണം. അതായത് ഇത്ര നേരം പറഞ്ഞത് ഇന്ന കാര്യങ്ങളാണ്, ഇതാണ് അതിൻ്റെ കാര്യമായിട്ട് വരുന്നത്, ഇങ്ങനെയാണ് എന്നുള്ള രീതിക്ക് പ്രോപ്പറായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഒരു കൺക്ലൂഷൻ കൊടുക്കുക. നെക്സ്റ്റ് ആണ് പ്രിപ്പയർ ഡെലിവറി എന്ന് പറയുന്നത്. അതായത് ഈ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുന്നതിന് മുന്നേ തന്നെ നമ്മളത് പറഞ്ഞ് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ചിലപ്പോൾ ഏതെങ്കിലും ടേംസ് നമുക്ക് പറയാൻ കിട്ടില്ല, അതിൻ്റെ പ്രൊണൗൺസിയേഷൻ തെറ്റാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവാം. അങ്ങനെ ചലഞ്ചിങ് ആയിട്ടുള്ള ഫ്രേസസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതൊക്കെ പറഞ്ഞ് ശീലിക്കുക. അങ്ങനെ പ്രോപ്പറായിട്ട് അത് ഏത് രീതിയിൽ നമ്മൾ ഡെലിവർ ചെയ്യണം, നമ്മുടെ സൗണ്ട് എങ്ങനെയായിരിക്കണം, എവിടെ കൂടണം, എവിടെ കുറയണം, എങ്ങനെയാണ് നമ്മളുടെ ജെസ്റ്റേഴ്സും ഹാൻഡ് മൂവ്മെൻറ്റ്സും ഒക്കെ വരേണ്ടത്, എങ്ങനെയാണ് ഓഡിയൻസിനെ നമ്മൾ എൻഗേജ് ചെയ്യിപ്പിക്കേണ്ടത്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പ്രോപ്പറായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരിക്കണം. സോ ഇത്രയും കാര്യങ്ങൾ ചെയ്തിട്ടാണ് നമ്മളുടെ ആ സ്പീച്ച് പ്രോസസ്സ് നമ്മൾ ചെയ്യുന്നത്. നെക്സ്റ്റ് ടോപ്പിക്ക് നമുക്ക് പഠിക്കാനുള്ളതാണ് ടിപ്സ്. നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് പബ്ലിക് സ്പീക്കിംഗ് ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. ആദ്യത്തെ കാര്യം തന്നെ ഓഡിയൻസിനെ എൻഗേജ് ചെയ്യിപ്പിച്ചിരുത്തുക, അല്ലെങ്കിൽ അവരുടെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ള കാര്യമാണ്. നമ്മൾ സംസാരിക്കുന്നത് അവരോടാണ് എന്നുള്ളത് കൊണ്ട് തന്നെ നമ്മൾ പ്രോപ്പറായിട്ട് ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വേണം സംസാരിക്കേണ്ടത്. നമ്മളിത് നോർമലി കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങളിലെല്ലാം പറഞ്ഞതാണ്, അതേപോലത്തെ ടിപ്സ് തന്നെയാണ് ഇതിലും വരുന്നത്. റിപ്പീറ്റഡ്ലി സെയിം പോയിന്റ്സ് തന്നെയാണ് വരുന്നത്. പ്രോപ്പറായിട്ട് നമ്മൾ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ടായിരിക്കണം. എന്ന് വെച്ച് ഒരാളെ തന്നെ ഇങ്ങനെ തുറച്ച് നോക്കിക്കൊണ്ടിരിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. അത് ഭയങ്കര ഓക്വേർഡായിട്ട് ഫീൽ ചെയ്യും. എന്ന് വെച്ചാൽ എല്ലാവരെയും നോക്കണ്ടേ എന്ന് പറഞ്ഞാൽ കുറേ ആൾക്കാരുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഇങ്ങനെ നോക്കിപ്പോയിട്ടും കാര്യമില്ല. കുറച്ച് നേരം അവരെ നോക്കിയിട്ടുണ്ടായിരിക്കണം. ഈ കുറച്ച് നേരം എന്ന് പറയുന്നത് നമ്മൾ പറയുന്ന ടോപ്പിക്കും ഉള്ള ആൾക്കാരുടെ എണ്ണവും ഒക്കെ വെച്ച് മാറാനുള്ള സാധ്യതയുണ്ട്. സോ ആ രീതിയിൽ പ്രോപ്പറായിട്ടുള്ള ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് അവരെ ഇതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, അവർക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് എന്നുള്ളത് അവർക്ക് ഫീൽ ചെയ്തിട്ട് വേണം
നമ്മൾ ഈ പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാനായിട്ട്. ദെൻ നെക്സ്റ്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നമ്മളുടെ ജസ്റ്റേഴ്സും ഹാൻഡ് മൂവ്മെൻറ്റ്സും. അത് പ്രോപ്പർ ആയിട്ടുള്ള രീതിയിൽ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരിക്കണം. ഹാൻഡ് മൂവ്മെൻറ്റ്സ് ഒന്നും ഭയങ്കര ജിറ്ററി ആവരുത്. നമ്മളത് മുന്നേ ഉള്ള ഒരു ചാപ്റ്ററിൽ പഠിച്ചതാണ് എങ്ങനെയാണ് നമ്മളുടെ നോൺ വെർബൽ കമ്മ്യൂണിക്കേഷൻ വരേണ്ടത് എന്നുള്ളത്. സോ പ്രോപ്പർ ആയിട്ടുള്ള നോൺ വെർബൽ ക്യൂസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുക. ഹാൻഡ് മൂവ്മെൻറ്റ്സും കാര്യങ്ങളും എല്ലാം നല്ല രീതിക്കുള്ള തന്നെ യൂസ് ചെയ്യുക. ഓഡിയൻസിന് ഒരിക്കലും ഭയങ്കര അറഗൻ്റ് ആയിട്ട് ഫീൽ ചെയ്യുന്ന തരത്തിലുള്ളതൊന്നും യൂസ് ചെയ്യാനായിട്ട് പാടില്ല. ദെൻ നെക്സ്റ്റ് ആണ് നമ്മളുടെ വോക്കൽ ഡെലിവറി എന്ന് പറയുന്നത്. അതായത് നമ്മളുടെ സൗണ്ട്, ടോണ്, പിച്ച് അതുപോലുള്ള കാര്യങ്ങളൊക്കെ നമ്മളുടെ സ്പീഡ്, നമ്മൾ സംസാരിക്കുന്ന സ്പീഡ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. സോ സമാധാനപരമായിട്ട് സംസാരിക്കുക എന്ന് വെച്ച് ഭയങ്കര എഴയുന്ന രീതിയിൽ സംസാരിക്കുക എന്നുള്ളത് പാടില്ല. ഓവർ ഫാസ്റ്റും പാടില്ല, ഓവർ സ്ലോവും പാടില്ല. സോ ആ രീതിയിൽ സംസാരിക്കുക. എല്ലാ സമയത്തും ഒരേപോലത്തെ സൗണ്ടാണ് എന്നുണ്ടെങ്കിൽ അവർ ശ്രദ്ധിക്കില്ല. സൗണ്ട് തന്നെ ഇടയിലിടയിൽ ഭയങ്കര ഹൈ പിച്ചിൽ സംസാരിക്കുക, പിന്നെ ഭയങ്കര സ്ലോ ആവുക, പിന്നെ വീണ്ടും ഹൈ ആവുക. രാഷ്ട്രീയ പൊളിറ്റിക്കൽ പാർട്ടീസൊക്കെ ഉള്ള ആൾക്കാരൊക്കെ സംസാരിക്കുന്ന, പൊളിറ്റീഷ്യൻസൊക്കെ സംസാരിക്കുന്ന നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. സോ ഇടയ്ക്കിടയ്ക്ക് ആയിരിക്കും അവരുടെ സൗണ്ട് പെട്ടെന്ന് അങ്ങ് ഹൈ ആവുന്നുണ്ടായിരിക്കും. സോ ആ രീതിയിൽ വോയിസ് മോഡുലേഷൻസ് യൂസ് ചെയ്ത് സംസാരിക്കുക. ഇടയിൽ എവിടെയെങ്കിലും നമ്മൾ നിർത്തണം എന്നുണ്ടെങ്കിൽ അവിടെ ഒരു ബ്രീഫായിട്ടുള്ള ഒരു ഗ്യാപ്പ് എടുക്കുക, എന്നിട്ട് അടുത്തത് പറയുക. സോ ആ രീതിയിൽ നമ്മൾ ഏത് രീതിയിലാണ് നമ്മളുടെ വോക്കൽസ് യൂസ് ചെയ്യേണ്ടത് എന്നുള്ളത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കണം. നെക്സ്റ്റ് ആണ് ലിമിറ്റ് ദ യൂസ് ഓഫ് ഡീറ്റെയിൽഡ് ക്യൂ കാർഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ നോട്ട് കാർഡ്സോ ക്യൂ കാർഡ്സോ ഒക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ എഴുതിയിട്ടുള്ള സാധനങ്ങൾ നമ്മൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൽ തന്നെ കഥമാരി എല്ലാം കൂടെ എഴുതി വെക്കരുത്. എസ്സേ എഴുതിയിട്ട് നമ്മൾ കൊടുക്കാനല്ല ഉദ്ദേശിക്കുന്നത്. നോട്ട് കാർഡ്സ് കൊടുക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ മാത്രം എഴുതിയിട്ടുള്ള നോട്ട് കാർഡ്സ് വേണം കൊടുക്കാനായിട്ട്. അതിൽ തന്നെ ഈ നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്ത് എസ്സേ ആയിട്ട് എഴുതി കൊടുക്കരുത്. ദെൻ നെക്സ്റ്റ് ആണ് യു ആൻഡ് വി ലാംഗ്വേജ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ, നിങ്ങൾ, ഞങ്ങൾ എന്നൊക്കെ പറയുകയാണ് എന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ എക്സാമ്പിൾസ് ഒക്കെ ആ രീതിയിൽ പറയുമ്പോൾ നമുക്ക് കുറച്ചുകൂടെ അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ ഈസിയാണ്. ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം പറയുകയാണ്, അതിൻ്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ പറയുകയാണെങ്കിൽ നമുക്കത് കുറച്ചുകൂടെ പെട്ടെന്ന് മനസ്സിലാവും, നമുക്ക് റിലേറ്റ് ചെയ്യാനായിട്ട് പറ്റും. സോ ആ രീതിയിലുള്ള ലാംഗ്വേജ് പബ്ലിക് സ്പീക്കിങ്ങിൽ യൂസ് ചെയ്യുക. അതായത് ഞാൻ വേറെയാണ്, നിങ്ങൾ വേറെ ആരോ ആണ് എന്നുള്ള രീതിക്കുള്ളൊരു ഫീലിംഗ് വരാൻ പാടില്ല. സോ നമ്മളെല്ലാവരും ഒരു സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത് എന്നുള്ള രീതിയിലുള്ള ഫീൽ വരുന്ന രീതിക്ക് വേണം പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാനായിട്ട്. ദെൻ നെക്സ്റ്റ് ആണ് ഹ്യൂമേഴ്സ് യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. നമ്മൾ പറയുന്ന സമയത്ത് ഇടയ്ക്കിടയ്ക്ക് തമാശകളും കാര്യങ്ങളും എല്ലാം പറയാം. എന്ന് വെച്ച് ചളി പറഞ്ഞ് അവരെ വെറുപ്പിക്കുക എന്നല്ല ഉദ്ദേശിക്കുന്നത്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലുള്ള, മറ്റുള്ളവർക്ക് അത് കോമഡി ആയിട്ട് തന്നെ തോന്നുന്ന തരത്തിലുള്ള കോമഡികൾ യൂസ് ചെയ്യുക. ഡാർക്ക് ഹ്യൂമേഴ്സ് അല്ല ഉദ്ദേശിക്കുന്നത്. ഒരാളെ കളിയാക്കുന്ന തരത്തിലുള്ള ഹ്യൂമേഴ്സ് അല്ല ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഒരിക്കലും ഹ്യൂമറാണ് എന്നുള്ള തരത്തിൽ ഒരാളെ ബോഡി ഷെയിം ചെയ്യുകയോ അല്ലെങ്കിൽ അവരുടെ കളിയാക്കുകയോ റേസിസ്റ്റ് ആയിട്ടുള്ള, സെക്സിസ്റ്റ് ആയിട്ടുള്ള ജോക്കുകളൊന്നും പറയാൻ പാടില്ല. അതല്ലാത്ത രീതിയിലുള്ള പ്രോപ്പർ ജോക്കുകൾ എന്നുള്ള രീതിക്ക് ഹ്യൂമേഴ്സ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആണ് അഡ്രസ് ഓഡിയൻസ് എന്ന് പറയുന്നത്. നമ്മൾ സംസാരിക്കുന്ന സമയത്ത് ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് വേണം സംസാരിക്കാനായിട്ട്. അതുപോലെ തന്നെ അവർക്ക് എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിന്നും ഒഴിഞ്ഞു മാറി പോകരുത്. സ്വാഭാവികമായിട്ടും അത് ക്ലിയർ ചെയ്ത് കൊടുക്കാനുള്ള ഒരു കടമ നമുക്കുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഓഡിയൻസിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ നമ്മൾ സംസാരിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ദെൻ നെക്സ്റ്റ് ആണ് റിപ്പീറ്റിംഗ് കീ ഫ്രേസസ് എന്ന് പറയുന്നത്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ റിപ്പീറ്റ് ചെയ്യുക. എന്ന് വെച്ച് പറഞ്ഞത് തന്നെ വെറുതെ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നല്ല. ബട്ട് ഇമ്പോർട്ടൻ്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് 1-2 തവണ റിപ്പീറ്റ് ചെയ്യുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ നമുക്ക് ആ ഉള്ള കീ ഫ്രേസസ് ഒക്കെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്ത് പറയാവുന്നതാണ്. ഇപ്പോൾ ഏതെങ്കിലും പൊളിറ്റീഷ്യൻസ് ഒക്കെ സംസാരിക്കുന്ന സമയത്ത് അവരുടെ പാർട്ടിയുടെ പേര് അല്ലെങ്കിൽ ആ ചിഹ്നത്തിൻ്റെ സംഭവം അങ്ങനെയുള്ളതൊക്കെ അവർ വെറുതെ റിപ്പീറ്റ് ചെയ്യും. അല്ലെങ്കിൽ അവരുടെ പേര്, ആരാണോ മത്സരിക്കാൻ നിൽക്കുന്നത് അവരുടെ പേര്. സോ ആ രീതിയിൽ അവർ ഓർത്ത് വെക്കണം, ബാക്കിയുള്ള ആൾക്കാർ ഓർത്ത് വെക്കണം എന്നുള്ള രീതിക്ക് വരുന്ന കാര്യങ്ങളെല്ലാം നമുക്ക് റിപ്പീറ്റ് ചെയ്ത് പറയാവുന്നതാണ്. ദെൻ നെക്സ്റ്റ് ആണ് ഡിഫറെൻറ്റ് എക്സാമ്പിൾസും സ്റ്റോറീസും ഒക്കെ നമ്മളുടെ ഇൻക്ലൂഡ് ചെയ്യുക എന്ന് പറയുന്നത്. അതായത് ഓഡിയൻസിന് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള സ്റ്റോറീസ്, എക്സാമ്പിൾസ് അവരും ഇതിൽ ഇൻക്ലൂഡഡ് ആണ് എന്ന് അവർക്ക് ഫീൽ ചെയ്യിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പറയുകയാണെന്നുണ്ടെങ്കിൽ എത്ര കടുകട്ടി ടോപ്പിക്കുകളാണെന്നുണ്ടെങ്കിലും അവർക്ക് പെട്ടെന്ന് മനസ്സിലാവുന്ന രീതിക്ക് നമുക്ക് പ്രസൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ദെൻ നെക്സ്റ്റ് ആണ് സമ്മറൈസ് ചെയ്തിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുക എന്ന് പറയുന്നത്. ഇത്ര നേരം പ്രസംഗിച്ചത് എന്താണെന്നുള്ളത് ആ ഒരു ലാസ്റ്റത്തെ കുറച്ച് മിനിറ്റ് കേട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവണം ഇന്ന കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. അങ്ങനെ ഒരു സമ്മറി പോലെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരിക്കണം. ദെൻ നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് പ്രിപ്പയർ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. ആദ്യത്തെ ദിവസം തന്നെ എല്ലാവരും ഭയങ്കര വലിയ പബ്ലിക് സ്പീക്കേഴ്സ് ആവണം എന്ന് നിർബന്ധമൊന്നുമില്ല. പബ്ലിക് സ്പീക്കിംഗ് സ്കില്ല് നമുക്ക് പ്രാക്ടീസിലൂടെ അക്വയർ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു സ്കില്ലാണ്. അതുകൊണ്ട് തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് സംസാരിക്കുക എന്ന് പറയുന്നത് നമുക്ക് പ്രാക്ടീസ് ചെയ്ത് പ്രിപ്പയർ ചെയ്ത് പ്രോപ്പറായിട്ട് നമ്മൾ ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അക്വയർ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. സോ ഈ കാര്യങ്ങളെല്ലാം ശ്രദ്ധിച്ചിട്ട് വേണം എന്ത് ചെയ്യാൻ, പബ്ലിക് സ്പീക്കിംഗ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് സാമ്പിൾ ഔട്ട്ലൈൻ സ്പീച്ച് എങ്ങനെയാണ് എന്നുള്ളത് നിങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്. സോ ഇൻട്രൊഡക്ഷൻ സമയത്ത് ഒരു പ്രൊവോക്കേറ്റീവ് ക്വസ്റ്റ്യൻ ചോദിച്ചുകൊണ്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം.
അതിനുശേഷം നമുക്കൊരു ഓവർവ്യൂ കൊടുക്കാം. പിന്നീട് എന്തിനാണ് നിങ്ങളിത് കേൾക്കുന്നത് എന്നുള്ള കാര്യം നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാം. അതായത് വെറുതെ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവല്ല ചെയ്യുന്നത്, നിങ്ങൾക്കിത് കേൾക്കേണ്ട കാര്യമുണ്ട്, യു നീഡ് ടു നോ ദിസ് എന്നുള്ള രീതിക്ക് നമുക്ക് അതിനൊരു റീസൺ പറയാം. അതിനുശേഷം നമ്മളുടെ ബോഡി ഓഫ് കണ്ടന്റ് മുഴുവൻ പറഞ്ഞതിന് ശേഷം നമുക്കൊരു കൺക്ലൂഷനും കൂടെ കൊടുക്കാവുന്നതാണ്. സോ ഇവിടെ നിങ്ങൾക്ക് എക്സാമ്പിളായിട്ട് കൊടുത്തിരിക്കുന്നത് എങ്ങനെ ഒരു നല്ല പബ്ലിക് സ്പീക്കർ ആവാം എന്നുള്ളതിൻ്റെ കാര്യങ്ങളാണ്. സോ നമ്മളുടെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ സംസാരിക്കുക, പ്രാക്ടീസ് ചെയ്യുക, കുറച്ചുകൂടെ കാമായിട്ടും ഒക്കെ ഇരിക്കാനുള്ള കാര്യങ്ങൾ ചെയ്യുക, ടെൻഷൻ ആവാതിരിക്കുക, ഓഡിയൻസ് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരാണ് എന്ന് നമ്മളിങ്ങനെ വിഷ്വലൈസ് ചെയ്യുക. ഇല്ല, ആരും എന്നെ കളിയാക്കാൻ പോകില്ല, എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതാണ് എന്നുള്ളത് വിഷ്വലൈസ് ചെയ്തിട്ട് നമ്മൾ സംസാരിക്കുകയാണെന്നുണ്ടെങ്കിൽ ടെൻഷൻ കുറച്ചുകൂടെ കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ കോൺഫിഡൻ്റ് ആയിട്ട് നമ്മൾ ആ ടോപ്പിക്കിനെ കുറിച്ച് അറിയാമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ആ ഒരു ടോപ്പിക്കിനെ കുറിച്ച് പ്രോപ്പറായിട്ട് റിസർച്ച് ചെയ്ത് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി വയ്ക്കുക, പ്രോപ്പറായിട്ട് നമ്മൾ കൺക്ലൂഡ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു നല്ല പബ്ലിക് സ്പീക്കർ ആകാനായിട്ട് പറ്റും. സോ ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത് എന്താണ് പബ്ലിക് സ്പീക്കിംഗ് എന്നുള്ളതാണ്. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാവുന്നതാണ്. സോ സീ യു ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. മഹാലോ.